ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും പുപ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഇലയുടെ ഉണ്ടാക്കിയാലോ? സ്പെഷ്യൽ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നൈസായ അരിപ്പൊടി ഒരു 250 ഗ്രാം, അതായത് ഇതൊരു 1.5 കപ്പുണ്ട്. ഇത് ഒരു 2 കപ്പ് തേങ്ങ, അത് ഗ്രാം വരുമ്പോൾ 250 ഗ്രാം വരും. 250 ഗ്രാം ശർക്കര, 1 സ്പൂണ് എള്ള്, ഒരു നുള്ളുപ്പ്, ഒരു സ്പൂണ് പരിപ്പ്, കടലപ്പരിപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതെൻ്റെ അടുത്തില്ല. പിന്നെ ഏലക്കാപ്പൊടി 1 സ്പൂണ്, ഒരു പഴം, നേന്ത്രപ്പഴം, നെയ്യ്, ശർക്കര ഉരുക്കാൻ വേണ്ട വെള്ളം, ഒരു ആവശ്യത്തിനുള്ള ഇല വാട്ടിയത്. നമുക്ക് ആദ്യം ഈ പഴം ചെറുതായി അരിഞ്ഞെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാം. കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിരുന്ന ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ കൂട്ട് ഫില്ലിംഗ് ഉണ്ടാക്കുന്ന തലേ ദിവസം ഉണ്ടാക്കി വെക്കാം. ഇത് ശർക്കര ആയതുകൊണ്ട് നല്ലൊരു പ്രിസർവേറ്റീവാണ്, ചീത്തയാവുകയില്ല. മിക്സ് ഉണ്ടാക്കാൻ ആദ്യം ഉരുളിയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഈ നെയ്യിലേക്ക് ഈ പരിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ ഇടാം, കുറച്ച് വേണമെങ്കിൽ ഇടാം. അത് പരിപ്പ് മൂത്ത് കഴിഞ്ഞു. നമുക്കിനി എള്ളിടാം. ഇതിലേക്ക് നമുക്ക് ഇത് പഴം, കുറച്ചൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഉരുക്കിയ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഒരു അരിപ്പയെ കൂടെ അരിച്ചെടുക്കണം. നമുക്ക് ഈ ഉപ്പ് ഇതിലിടാം. അടുത്തത് ഇതിൽ കുറച്ച് ശർക്കര ഉണ്ടാവും, നമുക്കത് തുടച്ചെടുക്കാം. അപ്പോൾ ബാക്കി അടുത്ത ഇത് നാളികേരം, തേങ്ങ, ചെരുവി വെച്ച തേങ്ങ ഇടാം. നന്നായി ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിം മതി കേട്ടോ, അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉണങ്ങിപ്പോവും. കണ്ടോ, അത്രയും നാളികേരം അത്രയും പഴമൊന്നും ഇട്ടിട്ട് കൂട്ട് കാണാനൊന്നുമില്ല, വളരെ കുറവാണ്. അപ്പോൾ അടയിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കൂട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇനി അട പരത്താനുള്ള മാവ് തയ്യാറാക്കാൻ നോക്കാം. അതിൽ കുറച്ച് ഉപ്പ്, അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ട് നമുക്കത് മാവ് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. 2 തരത്തിലുണ്ട്. നല്ല വറുത്ത് വെച്ച പൊടിയാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കേണ്ടത്. ഇത് നമ്മൾ ഇത് കിട്ടുന്ന പച്ച വെള്ളം കൊണ്ട് കുഴക്കാവുന്ന ഡബിൾ ഓസിൻ്റെ ഈസി പത്തിരിപ്പൊടിയാണ്. അത് എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര പൊടി എടുക്കുന്നോ അത് അത്ര വെള്ളം തിളപ്പിച്ച് വാട്ടി കുഴക്കണം. 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ലേശം കുറവ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാകം. എല്ലാ അരിയും ഒരുപോലെ ആയിരിക്കില്ല. ഇന്നലെ വാങ്ങിച്ച പൊടി ആയിരിക്കില്ല ഇന്ന്. ചിലപ്പോൾ അരി മാറുമ്പോൾ പൊടി മാറും. കണ്ടോ, ഇതാണ് ഇത്രയും ലൂസായിട്ട് കിട്ടണം. നമ്മൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആക്കുമ്പോൾ സൈഡൊക്കെ ഇവിടെ പൊട്ടി വരും. ഇത് പൊട്ടുന്നില്ല, കണ്ടോ. ഇങ്ങനെ ഈ പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചപ്പാത്തി പലകയോ എന്തെങ്കിലും കുറച്ച് നമുക്കതിങ്ങനെ പരത്താൻ സൗകര്യത്തിന് ഇല വയ്ക്കാം. ഇല വെച്ച് സ്വല്പം
നെയ്യ് തടവാം. ഇതിൽ നെയ്യ് തടവാം. നെയ്യ് തടവി കഴിഞ്ഞിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചെറിയ ഉരുള, ഒരുപാട് വലുതെടുക്കണ്ട, കാരണം കട്ടി കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒന്ന് തൊട്ടാൽ മതി, വല്ലാതെ പിടിച്ചിരിക്കാതിരിക്കാൻ. ഇതുള്ളി വിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെള്ളവും ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് നെയ്യും ഇങ്ങനെ തൊട്ട് കൊടുത്ത് നമുക്ക് ഇതിങ്ങനെ കനം കുറച്ച് പരത്തിയെടുക്കാം. തീരെ കനം കുറഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ അതാക്കി ഇനി ആ ഏലക്കായ്പ്പൊടി ഒന്ന് ചേർക്കാം. ഏലക്കായ്പ്പൊടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോ സ്പൂൺ വീതം നമുക്കിതിലേക്ക് ഈ അടയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് പരത്തിയെടുക്കാം. അത് പരത്തുമ്പോൾ ഈ അറ്റം കുറച്ചൊരു അറ്റം ഒഴിവാക്കിയിട്ട് വേണം പരത്താൻ. അങ്ങനെ പരത്തിയെടുക്കാം. അരികെല്ലാം മാറ്റി വെച്ച് നമ്മൾ മിഡിൽ പോർഷനിൽ അത് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് ഈ അടയൊന്ന് മടക്കിയെടുക്കാം. കറക്റ്റ് മിഡിൽ നോക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിൻ്റെ ആ എൻഡൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. എനിക്കിതാണ് ഇഷ്ടം. ഇങ്ങനെ വെച്ച് നമ്മുടെ ഒരെണ്ണം വയ്ക്കാം. പാത്രത്തിലേക്ക് ഇങ്ങനെ കമത്തി വയ്ക്കാം. ഇനി അടുത്ത അട ചെയ്യാം. ഇത് വേറൊരു രീതിയിലും കൂടി പരത്താം. മധുരം കുറച്ച് കുറവ് വേണ്ട ആൾക്കാർക്കും നല്ലത്. പിന്നെ കുറച്ചും കൂടി ഈസിയായി പകുതി വരെ പരത്തുക. പകുതി വരെ പരത്തിയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ, അതായത് ഇത്രയും മാത്രം പരത്തുക. എന്നിട്ട് ഇതങ്ങ് മടക്കിയാലും ഈക്വലായി കുറച്ച് കുറഞ്ഞിരിക്കുന്നു മാത്രം. ഇപ്പോൾ എല്ലാവർക്കും മധുരം കുറവല്ലേ ഇഷ്ടം. ഇതിങ്ങനെ മടക്കി ഈ രണ്ട് സൈഡും മടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ ഈ ശർക്കരയുടെ വെള്ളമൊന്നും ആവി കയറുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് വശം മടക്കി, ഈ രണ്ട് വശം മടക്കി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കിയ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പം നമ്മൾ ആ അളവിൽ നിന്നും 10 അട ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അട ഒന്നൊന്നായി അതിലേക്ക് എടുത്ത് വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അട വെന്തോന്ന് നോക്കാൻ ഒരട എടുത്ത് ഈ പലകയിൽ വെച്ച് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ഇങ്ങനെ എവിടെ ഒട്ടാതെ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായി വെന്തിട്ടുണ്ടാവും. കണ്ടോ, അടിയിലെ അട നോക്കുമ്പോൾ കണ്ടോ വെന്തിട്ടില്ല. ഇതിൻ്റെ ഈ പുറത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, കുറച്ചൊരു കളറ്. ഇതൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അത് പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, കണ്ടോ ഇതായി വിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇത് വേവിക്കാൻ വിടാം. 5 മിനിറ്റ് കൂടെ വെച്ചപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടോ വിട്ട് വന്നത്. ഇത് ചില അരിക്ക് വ്യത്യാസം വരും, പിന്നെ കട്ടിക്ക് വ്യത്യാസം വരും. അങ്ങനെ വരുന്നതാണ്. എന്താണെങ്കിലും അപ്പോൾ 15 to 25 മിനിറ്റ്സ് വേവിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് 10 അട, വളരെ സ്വാദിഷ്ടമായ അട കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഇലയട തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് യാത്ര പോകുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പോലും പറ്റുന്ന വളരെ നല്ല ഒരു വിഭവമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ബൈ, ഇനിയും കാണാം.